ഓണം എക്സാം 2026. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാളത്തെ എക്സാം ക്ലാസ് 6-ന് മാത്സ് ആണ് നാളത്തെ എക്സാം. നാളത്തെ എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ സോഷ്യൽ സയൻസിൻ്റെ ആൻസർക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെയുള്ള ക്ലാസ് 6 ഹിന്ദി, കേരള പടാവലി, സോഷ്യൽ സയൻസ് എന്നീ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു 5-6 ആക്ടിവിറ്റീസാണ്. എന്തായാലും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇന്നത്തെ സോഷ്യൽ സയൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എല്ലാ വീഡിയോയും കാണുന്ന കുട്ടികൾക്ക് എന്തായാലും ഫുൾ A+ തന്നെ കിട്ടിയിരിക്കും എന്ന് ഷുവറാണ്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മച്ച്, ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്. സർക്കിളിൽ 45 ഡിഗ്രി എന്ത് ചെയ്തിട്ടുണ്ട്, ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഹൗ മച്ച് പാർട്ട് ഓഫ് ദ ഹോൾ സർക്കിൾ ഈസ് ഷെയ്ഡഡ്. അപ്പോൾ ഈ ഹോൾ സർക്കിളിൻ്റെ എത്രയാണ് ഈ പാർട്ട് ചെയ്ത ഭാഗം എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹോൾ സർക്കിൾ എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്കറിയാം അത് ദാറ്റ് ഈസ് 360 ഡിഗ്രിയാണ്. ഓക്കെ, പിന്നെ പാർട്ട് ചെയ്ത ഭാഗം, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് വരും. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഷെയ്ഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കണം. സർക്കിൾ ഷെയ്ഡഡ് ഉള്ളതാണെന്ന് വെച്ചാൽ നമ്മൾ 45 ഡിഗ്രി എന്ന് ഇവിടെ എഴുതാം. ഇനി നമ്മൾ ഇതിൻ്റെ അടുത്ത പാർട്ട് എന്ന് വെച്ചാൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനാണ്. അത് നമ്മൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് കിട്ടുക 1/8 ആയിരിക്കും. ഓക്കെ, അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ അറിയുന്നില്ലെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സിംപ്ലിഫൈ ചെയ്യണം. അതെങ്ങനെയാണ്, ഇപ്പോൾ 45/360, അപ്പോൾ 45ഉം 360 ആണ്. അപ്പോൾ നമുക്കറിയാം ഇത് ഒന്നെങ്കിൽ 0ഉം 5ഉം വന്നതിനെ കൊണ്ട് നമുക്ക് 5 എന്തായാലും 2 കൊണ്ട് പറ്റില്ല അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, ഈ ഓഡ് നമ്പറാണ് വന്നത്, അതുകൊണ്ട് നമുക്ക് 2 കൊണ്ട് പറ്റില്ല. പിന്നെ 3 നോക്കിയിട്ടില്ല, നമുക്ക് 5 ആണ്. 5ഉം 0 വന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ 5 തന്നെ എടുക്കാം. അപ്പോൾ നമ്മൾ 5 കൊണ്ട് രണ്ടിനെയും ഡിവൈഡ് ചെയ്ത്, രണ്ടിനും ഒരേപോലെ ഡിവൈഡ് ചെയ്ത് 45 ഡിവൈഡഡ് ബൈ 5 എത്രയാണ്, 9 ആണ്. അതേപോലെ 360 ഡിവൈഡഡ് ബൈ 5 അത് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ 360 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പം ഏകദേശം എത്ര ഉണ്ടാവും, 72 ആയിരിക്കും. ഓക്കെ, 72. ഇനി നമ്മൾ 9ഉം 7ഉം അത് കോമൺ ആയിട്ട് ഏതാണ്, 9 ആണ്. അപ്പം 9 ഡിവൈഡഡ് ബൈ 9, 72 ഡിവൈഡഡ് ബൈ 9, 8. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇത് സിംപ്ലിഫൈ ചെയ്യാൻ പഠിച്ചിരിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് വിൽ ബി ദ മെഷർ ഓഫ് ദ ആംഗിൾ ഓഫ് ദ സെൻറ്റർ ഇഫ് 2 സച്ച് ഷെയ്ഡഡ് റീജിയൻസ് ഈസ് ജോയിൻഡ് ടുഗദർ. ഇങ്ങനത്തെ രണ്ട് ഷെയ്ഡായിട്ടുള്ള റീജിയൻസ് ജോയിൻ ചെയ്താൽ എത്രയായിരിക്കും ആംഗിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നല്ലോണം നോക്കുക. വാട്ട് വിൽ ബി ദ മെഷർ ഓഫ് ആംഗിൾ അറ്റ് ദ സെൻറ്റർ ഇഫ് 2 സച്ച് ഷെയ്ഡഡ് റീജിയൻ ജോയിൻഡ് ടുഗദർ. ഇങ്ങനത്തെ രണ്ട് ഷെയ്ഡ് ചെയ്ത സ്ഥലങ്ങൾ ജോയിൻ ചെയ്ത്, അപ്പോൾ ഇങ്ങനത്തെ ഒന്നും കൂടി വേണം, അതല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ 45 ഡിഗ്രി ഇൻറ്റു 2, ഇങ്ങനത്തെ രണ്ടെണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 45 വേണം അല്ലേ. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യുക, 2 കൊണ്ട് ഇൻറ്റു ചെയ്യാം. 45 ഡിഗ്രി ഇൻറ്റു 2 ദാറ്റ് ഈസ് 90 ഡിഗ്രി. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്, 90 ഡിഗ്രി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഡ്രോ എ സർക്കിൾ ആൻഡ് ഡിവൈഡ് ഇറ്റ് ഇൻറ്റു 4 ഈക്വൽ പാർട്സ്. അപ്പോൾ നമ്മളൊരു സർക്കിൾ ഡ്രോ ചെയ്യലായിരിക്കും അറിയാലോ. പിന്നെ നമ്മളെന്ത് ചെയ്യണം, 4 ഈക്വൽ പാർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഉണ്ടാവും, 360 ആണ് നമ്മുടെ ഒരു സർക്കിൾ മൊത്തം ഉണ്ടാവും. അതിന് 4 ഈക്വൽ പാർട്സ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ 360 ഡിവൈഡഡ് ബൈ എന്ന് പറയുന്നത് 90 ഡിഗ്രി. അപ്പം 4 ഈക്വൽ പാർട്ട് ആകുമ്പോൾ 4 90 ഡിഗ്രി നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. അരുൺ ഈസ് പ്ലാനിങ് ടു മേക്ക് എ ഫിഷ് പോണ്ട്. അരുണ് ഒരു ഫിഷ് പോണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാണ്. ഓക്കെ, 2/5 ഓഫ് ദ പോണ്ട് ഈസ് നീഡഡ് ഫോർ ഗ്രോയിങ് ഗൗറ വെറൈറ്റി. ഓക്കെ, അപ്പോൾ 2/5 ഓഫ് ദ പോണ്ട് എന്താണ്, വേറെന്തോ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഹൗ മച്ച് പാർട്ട് ഓഫ് ദ പോണ്ട് ഈസ് റിമൈനിങ് ഫോർ ദ വെറൈറ്റി ഓഫ് ഫിഷസ്. അപ്പം
പിന്നെ ഫിഷ് പോണ്ട് ഉണ്ട്. അതിൽ 2/5 മാറ്റി വെച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള ഭാഗത്താണ് എന്ത് ചെയ്യേണ്ടത്? ഫിഷ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് 1ൽ നിന്ന് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 2/5 ആണ് മാറ്റി വെച്ചത്. അപ്പം മൊത്തത്തിൽ ഇവിടെ എത്ര ഉണ്ട്? 5 പാർട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കിയല്ലോ. അപ്പം 5/5 നമ്മൾ 1 എന്ന് പറയുന്നത് അതാണ് 5/5. അപ്പം 2/5 എന്ന് ഇവിടെ നിന്ന് പറഞ്ഞു. അപ്പം 5 പാർട്ടിനുള്ളിൽ 2 മാറ്റി വെച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള ഭാഗത്താണ് നമ്മൾ ഫിഷ് എന്ത് ചെയ്യേണ്ടത്? ഗ്രോ ചെയ്യേണ്ടത് ഫിഷ് പോണ്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ 5/5 മൈനസ് 2/5. അപ്പോൾ ഈ 5 അവിടുന്ന് കിട്ടിയെന്ന് ഒരു കൺഫ്യൂഷൻ വേണ്ട. 2/5 എന്ന് പറഞ്ഞാൽ 5ൽ 2 പാർട്ടാണ്. അപ്പോൾ 5 എന്ന് പറഞ്ഞാൽ അത് മൊത്തത്തിലുള്ളതാണ് 5/5. അപ്പോൾ നമ്മൾ 5 മൈനസ് 2/5 ചെയ്തു. 5 മൈനസ് 2 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 3/5. നമ്മുടെ ആൻസർ എന്താണ്? 3/5 ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 2/3 ഓഫ് ദ റിമൈനിങ് പോണ്ട് ഈസ് അലോട്ടഡ് ഫോർ ഗ്രോയിങ് ഗിഫ്റ്റ് തിലോപ്പിയ. വാട്ട് പാർട്ട് ഓഫ് ദ ഹോൾ പോണ്ട് ഈസ് അലോട്ടഡ് ഫോർ ഗ്രോയിങ് ഗിഫ്റ്റ് തിലോപ്പിയ? ഇനി എന്താണ്? ഇനി തിലോപ്പിയ വളർത്താനായിട്ട് ബാക്കിയുള്ള ഭാഗം കൊടുത്തു എന്നാണ് പറയുന്നത് അല്ലേ. 2/3 ഓഫ് റിമൈനിങ് പോണ്ട്, അതായത് റിമൈനിങ് പോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ വളർത്താൻ 3/5 ആണ് ഉള്ളത് അല്ലേ. നമ്മൾ 2/5 വേറെ എന്തോ വളർത്താൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ബാക്കി 3/5 ഉള്ളത്. അതിൻ്റെ 2/3 ആണ്. അതിൻ്റെ 2/3 ഓഫ് 3/5 എന്ന് പറയുമ്പോൾ ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. ഇവിടെ ഓഫ് വന്നാൽ നമ്മൾ പിന്നെ ചെയ്യേണ്ടതാണ് ഇൻറ്റു ആണ്. അപ്പോൾ 2/3 ഓഫ് 3/5 അതാണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥം. 2/3 ഓഫ് ദ റിമൈനിങ് പോണ്ട്. അപ്പം 2/3 ആണ് അവിടെ ഉള്ളത്. റിമൈനിങ് പോണ്ട് എന്ന് പറയുന്നത് 3/5 ആണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തു. അപ്പോൾ നമുക്ക് 2/3 നമുക്ക് ഇൻറ്റു ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ഇൻറ്റു 3 6. ഓക്കെ, 3 ഇൻറ്റു 5 15. ഓക്കെ, 6/15. ഇതിനെ നമ്മൾ സിംപ്ലസ്റ്റ് ഫോം ആക്കുക. 6ലും 15ലും കോമൺ ആയിട്ട് പോകുന്ന 3 ആണ്. 6/3 എന്ന് പറയുന്നത് 2, 15/3 എന്ന് പറയുന്നത് 5. ഓക്കെ, അപ്പോൾ 2/5 പാർട്ടാണ്. ഓക്കെ, ഇതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേജ് വെച്ചിട്ട് ഇതിനെ 2/5 കിട്ടും. അതെങ്ങനെ? ഇവിടെ 3യും 3യും ആണല്ലോ. ഇത് നമുക്കിങ്ങനെ കട്ട് ചെയ്യാം. നമുക്ക് മാത്സിൽ അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് 3യും ഇത് 3, അത് രണ്ടും അവിടെയും ഇവിടെ ഒരേപോലെ വേണം കേട്ടോ. ഇവിടെ 3യും ഇവിടെ 3യും. അപ്പോൾ നമുക്ക് ഒരേപോലെ വന്നാൽ ഇവിടെ കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് കിട്ടി? 2/5 കിട്ടി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ദ റിമൈനിങ് പാർട്ട് ഓഫ് ഗ്രോയിങ് ഗപ്പി. ഫൈൻഡ് ദ പാർട്ട് ഓഫ് ദ ഓൾ പോണ്ട് അലോട്ടഡ് ഫോർ ഗ്രോയിങ് ഗപ്പി. അപ്പം ഇനി ബാക്കിയുള്ളതാണ് ഗപ്പിക്കുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ എന്തൊക്കെ പോയി? ആകെ ഉള്ളതിന് മൊത്തത്തിലുള്ളത് 5/5 ആണ്. അതിൽ നിന്ന് ഇപ്പം എന്തിനൊക്കെ പോയി? 2/5 ആദ്യം എന്തിനോ പോയി. എന്തിനാണ്? വെറൈറ്റി ഓഫ് ഫിഷസ് വളർത്താൻ പോയി. പിന്നെ 2/5 എന്തിനു പോയി? വേറെന്തോ ഇവിടെ വളർത്താൻ പോയി. അപ്പോൾ ഈ 5/5 നിന്ന് എന്തൊക്കെ പോയി? 2/5ഉം 2/5ഉം പോയി അല്ലേ. തിലോപ്പിയ വളർത്താൻ പോയി. പിന്നെ വേറെന്തോന്ന് വളർത്താൻ പോയതാ? ഗൗര വളർത്താൻ പോയി. ഇനി ബാക്കി എത്ര ഉള്ളതെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ 2/5ഉം 2/5ഉം എത്രയാണ്? 4/5. അപ്പോൾ 5/5 നിന്ന് 4/5 നമ്മൾ കുറച്ചു. സിമ്പിളാണ്. 5 നിന്ന് 4 പോയാൽ 1/5. അപ്പോൾ എത്രയാണ് ഇനി? എത്ര പാർട്ടാണ് ഇനി ഉള്ളത്? ഗപ്പി വളർത്താൻ 1/5 പാർട്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ സിമ്പിളാണ്. പക്ഷെ നമുക്ക് ഇങ്ങനെ ഈ റൂട്ട് അറിയണം. ഓക്കെ, വെരി സിമ്പിളാണ്. പക്ഷെ നമ്മൾ ഓരോന്നിൻ്റെ റൂട്ട് അറിയണം. കാരണം ആദ്യം ഫിഷ് പോണ്ട് ഉണ്ടാക്കാൻ തന്നെ 2/5 പോണ്ട് ഈസ് നീഡ് ഫോർ ഗ്രോയിങ് ഗൗറ എന്ന് അത് ആദ്യമേ പറഞ്ഞു. പിന്നെ എത്ര ഹൗ മച്ച് പാർട്ട് ഈസ് റിമൈനിങ് ഫോർ ദ വെറൈറ്റി. അപ്പോൾ 2/5 5/5 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അതിൽ നിന്ന് 2/5 പോയാൽ 3/5 ആയി. പിന്നെ പറഞ്ഞു അതിൻ്റെ 2/3 എന്തിനോ വേറെ എന്തിനോ യൂസ് ചെയ്തു. അപ്പോൾ നമ്മൾ 3/5ൻ്റെ 2/3 കണ്ടു. അതിന് നമ്മൾ 3 കട്ട് ചെയ്തു. അപ്പം പിന്നെ 2/5 ആയി. പിന്നെ പറഞ്ഞു അതെല്ലാം പോയി ബാക്കി എത്ര ഉള്ളത്? അപ്പോൾ 2/5ഉം 2/5ഉം കൂട്ടി. അപ്പോൾ 4/5 ആയി. അത് നമ്മൾ 5/5 നിന്ന് മൈനസ് ചെയ്തു. ഓക്കെ, ഇത്രയുള്ള. ഇനി അടുത്തത് ഡ്രോ എ സർക്കിൾ
റേഡിയസ് 5 സെൻറ്റിമീറ്റർ ആൻഡ് ഷെയ്ഡ് 4/9 പാർട്ട് ഓഫ് ഇറ്റ്. അറിയാലോ എല്ലാവർക്കും അല്ലേ? അപ്പോൾ നമ്മൾ സ്കെയിലിൽ 5 സെൻറ്റിമീറ്റർ എടുത്ത് കോമ്പസ് എടുക്കുക, എന്നിട്ട് 5 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുക. ഓക്കെ, 5 സെൻറ്റിമീറ്റർ എന്നിട്ട് ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, നല്ല വൃത്തിയിലൊക്കെ വരയ്ക്കണേ. ഇപ്പോൾ റേഡിയസ് 5 ഇട്ടിട്ട് നമ്മൾ 5 സെൻറ്റിമീറ്റർ 5 അങ്ങനെ നമ്മൾ എന്ത് വരച്ചു? കോമ്പസ് ഉപയോഗിച്ചിട്ട് സർക്കിൾ വരച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ആറല്ലേ. ഇനി എന്താണ്? ഇത് 5 സെൻറ്റിമീറ്റർ ആണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? 4/9 ആണ് ഇവിടെ പാർട്ട് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 4/9 ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. പ്രൊട്രാക്ടറിൽ എത്രയാണ് ആംഗിൾ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പം 360. ഇപ്പോൾ നമ്മുടെ ഒരു സർക്കിൾ എന്ന് പറയുമ്പോൾ എത്രയാണ് ഉണ്ടാവുക? 360 അല്ലേ. 360ൻ്റെ 4/9 നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, 360 ഇൻറ്റു 4/9. ഓക്കെ, അപ്പോൾ നമ്മൾ 360 4/9 ആകെ ഇവിടെ നിന്ന് തന്നെ നമുക്കിത് കട്ട് ചെയ്യാം. ഓക്കെ, എങ്ങനെ കട്ട് ചെയ്യാം? 360യും 9ഉം തമ്മിലൊരു ബന്ധമുണ്ട്. 360ൽ 9 പോകും. ഓക്കെ, അത് നമ്മൾ 360 അങ്ങനെ നോക്കണ്ട. ഈ 0 വെച്ചിട്ട് നമ്മൾ 36ഉം 9ഉം ഇങ്ങനെ നോക്കുക. അപ്പം 9ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നോക്കുമ്പോൾ 9 18 27 പിന്നെ 36 ആണ് വരുന്നത്. അപ്പോൾ 4 ടൈംസ്. അപ്പോൾ നമ്മൾ 4 ഇട്ടു. അപ്പോൾ ഇവിടെ 40 ആയി. ഇപ്പോൾ ഇവിടെ എന്തൊക്കെ ഉണ്ട്? 40 ഇൻറ്റു 4 ആണുള്ളത്. അപ്പം 160. അപ്പോൾ നമ്മുടെ ആംഗിൾ എത്രയിലാണ് നമ്മൾ വരയ്ക്കേണ്ടത്? 160യിലാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, 160 ഡിഗ്രിയിലാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ 360ൻ്റെ 4/9 ആണ് ഇവിടെ കണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 360നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതിന് 4 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അതിന് നമ്മൾ ഒറ്റയടിക്ക് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം 160 ഡിഗ്രിയാണ്. ഓക്കെ, ഡ്രോ ആംഗിൾ ABC 75 ഡിഗ്രി യൂസിങ് പ്രൊട്രാക്ടർ. അപ്പോൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് വരയ്ക്കാനാണ്. ഇനി അടുത്തതും ഇങ്ങനത്തെ എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. നോക്കൂ, 4 ടൈംസ് ഓഫ് 4 ടൈംസ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു ഇൻറ്റു ആണ് വരുന്നത്. 5 1/3. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ 5 1/3ന് നമുക്ക് ഇങ്ങനെ പറ്റൂല. അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതെങ്ങനെ? 5 ഇൻറ്റു 3 ഇവിടുന്ന് ഇതും ഇൻറ്റു ചെയ്യുക. 5 ഇൻറ്റു 3 പിന്നെ അടുത്ത എന്താണ്? ഇൻറ്റു ചെയ്യുകയാണോ? അല്ല, പ്ലസ് ചെയ്യുക. അപ്പോൾ 5 ഇൻറ്റു 3 പ്ലസ് 1. 5 ഇൻറ്റു 3 15. 15 പ്ലസ് 1 16. ഓക്കെ, 16/3. ഓക്കെ, അപ്പോൾ 4 ഇൻറ്റു 4 ടൈംസ് 5 1/3. 4 ടൈംസ് 5 16/3. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഇനി ഇതിനെ നമ്മൾ 4 ഇൻറ്റു 16 ചെയ്യണം. 16 ഇൻറ്റു 4 എത്രയാണ്? 4 ഇൻറ്റു 6 24. 2 4 ഇൻറ്റു 4 പ്ലസ് 2. അപ്പോൾ 64/3 ആണ്. ഇങ്ങനെ എഴുതിയാൽ മതി. അതൊന്നും നമ്മളിവിടെ കാണുന്നില്ല. 64/3 ഒന്നും ഇവിടെ എവിടെയും കാണുന്നില്ല. അപ്പം ഇനി എന്ത് ചെയ്യണം? നമ്മൾ വീണ്ടും പണിയെടുക്കണം. 64 ഡിവൈഡഡ് ബൈ 3. 3ൽ 6 എത്ര ടൈംസ് പോവും? 2 ടൈംസ് പോവും. ഓക്കെ, ഇനി പിന്നെ 4 ഉണ്ട്. 4ൽ എത്ര ടൈംസ് പോവും? 1 ടൈം പോവും. ബാലൻസ് എത്ര? 1. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെ എഴുതും? 21 ഇവിടെ എഴുതും. നമ്മുടെ റിമൈൻഡർ ഇവിടെ എഴുതും. നമ്മുടെ ഡിനോമിനേറ്റർ ഇവിടെ എഴുതും. ഈ സാധനം എവിടെ ഉണ്ടോ നോക്കൂ. 21 1/3. യെസ്, ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു ആൻസർ ഇട്ട ഒരുപാട് പണിയെടുത്തു അല്ലേ. അപ്പോൾ നമ്മൾ ഇത് ഇംപ്രോപ്പർ ഫ്രാക്ഷനും പ്രോപ്പർ ഇംപ്രോപ്പർ ആക്കാനൊക്കെ നമ്മൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. തെറ്റാനൊന്നുമില്ല. 5 1/3 എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 3. പിന്നെ മേലുള്ളത് നമ്മൾ പ്ലസ് ചെയ്യുക വേണ്ടത്. 5 ഇൻറ്റു 3 15. 15 പ്ലസ് 1 16/3. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് നോക്കാം. അടുത്തത് 4 1/2 ടൈംസ് ഓഫ് 4 1/3. അത് എന്താണ്? നമുക്ക് ചെയ്തു നോക്കണം. ഓരോന്നായിട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, 4 1/2. 4 1/2 4 1/3. അത് നമ്മൾ ഇങ്ങനെ ആക്കണം. 4 ഇൻറ്റു 2 8. 8 പ്ലസ് 1 9. 9/2. 4 ഇൻറ്റു 3 12. 12 പ്ലസ് 1 13. 13/3. ഓക്കെ, അപ്പോൾ അത് രണ്ടും കിട്ടി. ഇത് ടൈംസ് ആണ് പറഞ്ഞത്. അപ്പോൾ ഇൻറ്റു ചെയ്യാനാണ്. 9/2 ഇൻറ്റു 13/3. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ
ഒരു പ്രൊവിഷനും ഇല്ലല്ലോ. ഒന്നും 3യും 3യും നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം. 3യും 3യും. അപ്പോൾ 3ൽ 9 3 ടൈംസ് പോകും. പിന്നെ നമുക്ക് 3 ഇൻറ്റു 13/2 ആണുള്ളത്. 3 ഇൻറ്റു 13 എന്ന് പറയുമ്പോൾ 9 39/2. 39/2 നമ്മൾ എവിടെയും കാണുന്നുണ്ടോ? 39/2 ഇല്ല. അപ്പോൾ നമ്മൾ ഇനിയും പണിയെടുക്കണം. 39/2. ഓക്കെ. 2 എത്ര ടൈംസ്? 1 ടൈം. അപ്പോൾ 2 ഇവിടെ എഴുതി. പിന്നെ 3ന്ന് 2 മൈനസ് ചെയ്തു. അപ്പോൾ 1 കിട്ടി. 1ൽ 2 പോകില്ല. അപ്പോൾ നമ്മൾ 9 ഇങ്ങോട്ട് ഇറക്കിയിട്ടു. 90ൽ 9 ടൈംസ്. അപ്പോൾ 18 കിട്ടി. ബാലൻസ് 1. 90 ഇവിടെ എഴുതി. ഈ ബാലൻസ് ഉള്ള ഇവിടെ എഴുതി. 2 ഇവിടെ എഴുതി. ഇത് എവിടെയുണ്ടോ? യെസ്, 91/2. ഓക്കെ. അപ്പോൾ അതും കിട്ടി. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 2/5 ഓഫ് 100. അപ്പോൾ നമ്മൾ എന്താണ്? ഇൻറ്റു ചെയ്യണം. അപ്പോൾ 2 ഇൻറ്റു 100 200/5. 200 ഹരിക്കണം 4. 200 ഹരിക്കണം 5. 200ൽ എത്ര 5 പോകും? 45 ആണ്. 40 ഇൻറ്റു 5 200 അല്ല. അപ്പോൾ അതും കിട്ടി. ഓക്കെ. ഇനി അടുത്തത് നോക്കൂ. 3/4 ടൈംസ് ഓഫ് 3/4. സിമ്പിളാണ്. 3/4 ഇൻറ്റു 3/4. 3 ഇൻറ്റു 3 9. 4 ഇൻറ്റു 4 16. ഓക്കെ, സിമ്പിൾ. ഇനി അടുത്ത 4/5 ഓഫ് 2 1/2. അപ്പം നമുക്ക് പണിയായേ. നമ്മളിത് മാറ്റണം. 2 ഇൻറ്റു 2 4. 4 പ്ലസ് 1 5. 5/2. ഓക്കെ. 4/5 ഇൻറ്റു 5/2. ഇവിടെ വെരി സിമ്പിളാണ്. നമുക്ക് കട്ട് ചെയ്യാൻ ഒരുപാട് സാധനമുണ്ട്. ഇവിടെ 5ഉം 5ഉം കട്ട് ചെയ്യാം. ഓക്കെ. അപ്പം കട്ട് ചെയ്ത് മാറ്റി. നമ്മൾ ഇൻറ്റൊന്നും ചെയ്യണ്ടല്ലോ. ഇനി 2ഉം 4ഉം കോമൺ ആയിട്ട് 2 ഉണ്ട്. 4ൽ എത്ര പ്രാവശ്യം 2 പോകും? 2. ഇവിടെ 1. അപ്പോൾ ആൻസർ എത്രയാണ്? 2. 2 ഇവിടെ ഉണ്ടോ? യെസ്, 2 ഇവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് വന്നാൽ എല്ലാവരും ചെയ്യണം, മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ. ഇനി നമുക്ക് വോളിയംസിൻ്റെ കുറച്ച് എക്സാമ്പിൾ ചെയ്യാണ്ട്. ബാക്കിയൊക്കെ നമ്മൾ ഒരുവിധം കവർ ചെയ്തു. നമുക്ക് വോളിയംസിൻ്റെ ചെയ്ത് നോക്കാം കേട്ടോ. അത് അടുത്ത വീഡിയോയിൽ ചെയ്യാം.